നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ത്യ പ്രസ് ക്ലബ് അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിന് ഫോമയുടെ ആശംസകൾ. കോട്ടയം അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷം വർണ്ണാഭമായി. ഷിക്കാഗോ സെന്റ് മേരീസ് മിഷൻ ലീഗ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതുമയാർന്ന ജന്മദിന ചാരിറ്റി പദ്ധതിക്ക് തുടക്കമായി. ചെറുപുഷ്പ മിഷൻ ലീഗ് വാർഷികാഘോഷങ്ങൾ അവിസ്മരണീയമായി. ലിറ്റ്സി കുരിശുങ്കൽ ഇലിനോയ്സ് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നു. വാർത്തകൾ വിശദമായി. വടക്കേ അമേരിക്കയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 3ാം വാർഷികാഘോഷങ്ങൾക്ക് അവിസ്മരണീയമായ സമാപ്തി. ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ ഈ ആഘോഷ പരിപാടികൾക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്തുള്ള കൊപ്പേൽ സെന്റ് അൽഫോൺസ സീറോ മലബാർ കത്തോലിക്ക ഇടവക പരിപാടികൾക്ക് ആതിഥേയത്വം വഹിച്ചു. മിഷൻ ലീഗിലെ പ്രവർത്തനങ്ങളിലൂടെ നല്ല പ്രേക്ഷിതരായി മാറുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ഷിക്കാഗോ രൂപത ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് ആഹ്വാനം ചെയ്തു. മിഷൻ ലീഗിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തിരുസഭയിലെ വിവിധ വിശുദ്ധരെ കൂടുതൽ അടുത്തറിയണമെന്നും അവരുടെ ജീവിത മാതൃക ഏവർക്കും പ്രചോദനമാകുമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗ് ഷിക്കാഗോ രൂപത പ്രസിഡന്റ് സിജോയ് സിറിയക് പറപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് അനുഗ്രഹ പ്രഭാഷണവും മിഷൻ ലീഗ് അന്തർദേശീയ ഡയറക്ടർ ഫാദർ ജെയിംസ് പുന്നപ്ലാക്കിൽ മുഖ്യപ്രഭാഷണവും നടത്തി. മിഷൻ ലീഗ് രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് ദാനവേലിൽ, ജനറൽ സെക്രട്ടറി ടിസൻ തോമസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിൻസ് ചേത്തലിൽ, കൊപ്പേൽ ഇടവക വികാരി ഫാദർ മാത്യൂസ് മുഞ്ഞനാട്ട്, കൊപ്പേൽ യൂണിറ്റ് പ്രസിഡന്റ് ലിലിയൻ സംഗീത്, കോർഡിനേറ്റർമാരായ ആൻ ടോമി, റോസ്മേരി ആലപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. അന്നേ ദിവസം രാവിലെ 9:45 ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട്, മിഷൻ ലീഗ് രൂപത പ്രസിഡന്റ് സിജോയ് പറപ്പള്ളിൽ എന്നിവർ ചേർന്ന് പതാക ഉയർത്തിയതോടുകൂടി പരിപാടികൾക്ക് തുടക്കമായി. മിഷൻ ലീഗ് അംഗങ്ങൾക്കായി നടന്ന സെമിനാറിൽ രൂപത ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ ആഗ്നസ് മരിയ MSMI, ഫാദർ ഡായി കുന്നത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള യുവജന ടീം ക്ലാസുകൾ നയിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയിൽ ഷിക്കാഗോ രൂപത ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്തും വിവിധ ഇടവകകളിൽ നിന്നുമുള്ള വൈദികരും സഹകാർമ്മികരായി. മിഷൻ ലീഗിന്റെ വാർഷികത്തിന്റെ ഭാഗമായി ഉച്ചകഴിഞ്ഞു നടന്ന വർണ്ണശബളമായ പ്രേക്ഷിത റാലി ആവേശഭരിതമായി. ടെക്സസ്, ഒക്ലഹോമ സംസ്ഥാനങ്ങളിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള കുട്ടികളും മുതിർന്നവരുമടക്കം 1000-ഓളം പേർ തങ്ങളുടെ ഇടവകകളുടെ ബാനറുകൾക്കു പിന്നിൽ അണിചേർന്നു. ഏറ്റവും മുന്നിലായി മിഷൻ ലീഗ് രൂപത ഭാരവാഹികളും ബിഷപ്പുമാരും റാലി നയിച്ചു. മിഷൻ ലീഗിന്റെ ചമഞ്ഞ പതാകകളുമേന്തി സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യങ്ങളുമായി നീങ്ങിയ റാലി കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആവേശഭരിതരാക്കി. വിവിധ വിശുദ്ധരുടെ വേഷങ്ങളണിഞ്ഞ കുട്ടി വിശുദ്ധരും പ്ലോട്ടുകളും വാദ്യമേളങ്ങളും റാലിക്ക് കൊഴുപ്പേകി. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫാദർ ജോസഫ് മാലിപ്പറമ്പിലിന്റെയും PC എബ്രഹാം എന്ന കുഞ്ഞേട്ടന്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ ഭരണങ്ങാനത്ത് ആരംഭിച്ച മുന്നേറ്റമാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. 1947 ഒക്ടോബർ 3 ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്ത ഈ സംഘടന വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കയിലെ വിവിധ ഇടവകകളിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 3 വർഷം മുൻപാണ് ഷിക്കാഗോ രൂപതയിൽ സംഘടന ഉദ്ഘാടനം ചെയ്യുന്നത്. ഷിക്കാഗോ രൂപതയിലെ എല്ലാ ഇടവകകളിലും മിഷനുകളിലും തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വൈവിധ്യമാർന്ന വിവിധ പരിപാടികൾ യൂണിറ്റ് തലത്തിലും രൂപതാ തലത്തിലും സംഘടിപ്പിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി. ഒക്ടോബർ 9, 10, 11 തീയതികളിൽ ന്യൂജേഴ്സിയിലെ എഡിസൺ ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസിന് ആശംസകൾ നേർന്ന ഫോമ. ഫോമയുടെ വളർച്ചയ്ക്ക് ഇന്ത്യ പ്രസ് ക്ലബ് നൽകിയിട്ടുള്ള സഹായങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്ന് ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നിൽ പറഞ്ഞു. ഫോമയുടെ എല്ലാ സഹകരണങ്ങളും മാധ്യമ കോൺഫറൻസിനുണ്ടാകുമെന്നും ബേബി മണക്കുന്നിൽ ഇന്ത്യ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാറിനെ അറിയിച്ചു. കോൺഫറൻസിൽ താൻ മുഴുവൻ സമയവും പങ്കെടുക്കുമെന്നും ഫോമയുടെ സഹകരണം കോൺഫറൻസിന്റെ വിജയത്തിനായി ആദ്യാവസാനം വരെ ഉണ്ടാക്കുമെന്നും ഫോമ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് അറിയിച്ചു.
ഇന്ത്യ പ്രസ് ക്ലബ് എന്നും ഫോമയുടെ നല്ല സുഹൃത്താണെന്നും കോൺഫറൻസിന് എല്ലാവിധ ആശംസകൾ നേരുന്നതായും ഫോമ ട്രഷറർ സിജിൽ പാലക്കലോടി പറഞ്ഞു. അമേരിക്കയിലെ മലയാളി മാധ്യമ രംഗത്ത് ഇന്ത്യ പ്രസ് ക്ലബ് നൽകി വരുന്ന സേവനങ്ങൾ നിസ്തുലമാണെന്നും അക്ഷരസ്നേഹികളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നതായും ഫോമ വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണ എന്നിവരും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് യൂണിറ്റ് ഷെയർ വിത്ത് ജോയ് പ്രെയർ വിത്ത് കെയർ എന്ന തീമിനെ ആധാരമാക്കി ജന്മദിനങ്ങളെ കരുണയും സേവനവും നിറഞ്ഞ ദിനങ്ങളാക്കുന്ന ഒരു പുതിയ ചാരിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഈ പദ്ധതി ഒക്ടോബർ 4-ന് ജ്ഞാനായ റീജിയൻ വികാർ ജനറൽ ഫാദർ തോമസ് മുളവനാൽ ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ CML വാർഷിക പൊതുയോഗത്തിനോടനുബന്ധിച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി CML യൂണിറ്റ് ഡയറക്ടർ ജോജോ ആനാലിൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. ഒക്ടോബർ 5-ാം തീയതി ഇടവകയിലെ പ്രധാന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം CML വൈസ് പ്രസിഡന്റ് അബിഗേൽ കണ്ടച്ചാംപറമ്പിൽ ഈ പദ്ധതി ഇടവക സമൂഹത്തിന് പരിചയപ്പെടുത്തി. നമ്മളെല്ലാവരും നമ്മുടെ ജന്മദിനങ്ങൾ സന്തോഷത്തോടെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആഘോഷിക്കുന്നു. പക്ഷേ ഈ ദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കാത്ത ധാരാളം കുട്ടികൾ അനാഥാലയങ്ങളിലും പിന്നോക്ക സ്ഥാപനങ്ങളിലും കഴിയുന്നു. ഈ വർഷം നമുക്ക് ഒരുമിച്ച് അവരുടെ ജീവിതത്തിലും ജന്മദിനത്തിന്റെ മധുരവും സന്തോഷവും പങ്കിടാം. കരുതലോടെ പ്രാർത്ഥനയിൽ അവരെ നമുക്ക് ചേർത്ത് നിർത്താം. അതാണ് ഷെയർ വിത്ത് ജോയ് പ്രെയർ വിത്ത് കെയർ എന്ന സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മാസത്തിൽ ഒരു ഞായറാഴ്ച ആ മാസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കായി കുർബാനയ്ക്ക് ശേഷം പ്രത്യേക ആശീർവാദ പ്രാർത്ഥനകൾ നടത്തപ്പെടും. അതോടൊപ്പം ആ മാസത്തിൽ ജന്മദിനം ആഘോഷിക്കുന്നതിനുള്ള അവസരം ലഭിക്കാത്ത അഗതികളും നിരാലംബരുമായ എല്ലാ കുട്ടികളെയും പ്രാർത്ഥനയിൽ പ്രത്യേകം അനുസ്മരിക്കും. ഇതുകൂടാതെ ഓരോ മാസവും ഒരു അനാഥാലയം അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു സ്ഥാപനം തിരഞ്ഞെടുത്ത് ആ സ്ഥാപനത്തിലെ എല്ലാ കുട്ടികൾക്കുമായി ഗിഫ്റ്റ് ഷെയറിംഗ്, ലഘുഭക്ഷണം, കേക്ക് മുറിക്കൽ എന്നിവ ഉൾപ്പെടുത്തി വിപുലമായ ഒരു ആഘോഷം പ്രസ്തുത സ്ഥാപനങ്ങളിൽ സെന്റ് മേരീസ് മിഷൻ ലീഗ് യൂണിറ്റ് സംഘടിപ്പിക്കും. വർഷാവസാനം 12 സ്ഥാപനങ്ങളിലായി ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കും. അതിലൂടെ ആയിരക്കണക്കിന് കുട്ടികളുടെ മുഖത്ത് സന്തോഷത്തിന്റെ പൂമൊട്ടുകൾ വിരിയിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലെ കുഞ്ഞു മിഷണറിമാർ. 2025 ഒക്ടോബറിൽ തുടങ്ങി അടുത്ത 2026 സെപ്റ്റംബറിൽ അവസാനിക്കുന്ന ഒരു വർഷത്തെ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇടവകയിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഈ പദ്ധതിയിൽ പങ്കുകാരാകാൻ സാധിക്കും. പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനായി ദേവാലയ ഹാൾവേയിൽ ഒരു സംഭാവന പെട്ടി സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ഇടവക അംഗങ്ങൾക്കും CML അംഗങ്ങൾക്കും അവരുടെ ജന്മദിനങ്ങളിൽ ഈ പദ്ധതിയിലേക്ക് സംഭാവന നൽകാം. ഈ പദ്ധതിയിലൂടെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള മനോഹര മാർഗം ഇടവക സമൂഹത്തിന് ലഭിക്കുന്നു. സ്വന്തം ജന്മദിനം ആഘോഷിക്കുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ സന്തോഷം വിതറുക യഥാർത്ഥ ആഘോഷം ലഭിക്കുന്നതിലല്ല, കൊടുക്കുന്നതിലും സ്നേഹിക്കുന്നതിലുമാണ് എന്നുള്ള ഒരു മനോഹരമായ സന്ദേശവും ഈ പദ്ധതിയിലൂടെ കുട്ടികളിൽ ഉദ്ബോധിപ്പിക്കുവാൻ സംഘാടകർ ശ്രമിക്കുകയാണ്. ജന്മദിനങ്ങൾ കൂടുതൽ അർത്ഥപൂർണമാക്കുന്ന ഇടവകയിലെ മിഷൻ ലീഗ് കുട്ടികളുടെ ഈ എളിയ സംരംഭത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് മിഷൻ ലീഗ് സ്പിരിച്വൽ ഡയറക്ടർ അനീഷ് മാവേലി പുത്തൻപുരയിൽ ഇടവക ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മലയാളികൾക്കെല്ലാം അഭിമാനമായി ലിറ്റ്സി കുരിശുങ്കൽ ഇലിനോയ്സ് ഡിസ്ട്രിക്ട് 12-ൽ നിന്ന് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നു. കേംബ്രിഡ്ജ് ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലിറ്റ്സി കുരിശുങ്കൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊഫഷണൽ എന്നീ നിലകളിൽ ശ്രദ്ധേയയാണ്. കമല ഹാരിസിന്റെയും അതിനു മുൻപ് ജോ ബൈഡന്റെയും തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നേതൃരംഗത്ത് പ്രവർത്തിച്ചു. 2022 മിഡ് ടേം ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇലിനോയ് റീജിയണൽ ഓർഗനൈസിംഗ് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ, ഹാർവാർഡ് വിമൻ ഫോർ ഡിഫൻസ്, ഡിപ്ലോമസി ആൻഡ് ഡെവലപ്മെന്റ് എന്നിവയുടെ ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സെനറ്റർ റാം വാലിവാൽവും സ്റ്റേറ്റ് പ്രതിനിധി തെരേസ മോഹും നേതൃത്വം നൽകുന്ന ഏഷ്യൻ അമേരിക്കൻ നിയമനിർമ്മാണ കോക്കസ് ലിറ്റ്സിയെ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഹാർവാർഡ് ക്ലബ് ഓഫ് ഷിക്കാഗോയുടെ ബോർഡ് അംഗമായി പ്രവർത്തിച്ചു വരുന്ന ലിറ്റ്സി ബാലതൊഴിലിനെതിരെ നൊബേൽ സമ്മാന പുരസ്കാര ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും നടത്തുന്ന പദ്ധതികളിലും സേവനമനുഷ്ഠിച്ചു. പ്രസിഡന്റുമാരായ എബ്രഹാം ലിങ്കണും ബരാക് ഒബാമയും തങ്ങളുടെ രാഷ്ട്രീയ നിയമനിർമ്മാണ സഭാ പ്രവർത്തനങ്ങളുടെ പ്രാരംഭം കുറിച്ച ഇലിനോയ് അസംബ്ലിയിലേക്ക് ഏറ്റവും പുരോഗമന കാഴ്ചപ്പാടുകളുള്ള ലിറ്റ്സി കുരിശുങ്കലിന്റെ വിജയം മലയാളി സമൂഹത്തിന് നേട്ടമാകുമെന്നുറപ്പ്. ലിറ്റ്സിയുടെ വിജയത്തിനായി ഇന്ത്യൻ സമൂഹം ഒന്നായി തന്നെ പ്രവർത്തിച്ചു വരുന്നു. മുൻ ഫൊക്കാന എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്
ജയ്ബു കുളങ്ങര, മുൻ ഫോമ വൈസ് പ്രസിഡന്റ് സണ്ണി വള്ളിക്കളം, ഇന്ത്യ പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് ബിജു കിഴക്കേക്കുറ്റ്, സ്കറിയാക്കുട്ടി തോമസ്, ടോമി മെത്തിപ്പാറ, പീറ്റർ കുളങ്ങര, ജോൺ പട്ടമതി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഫണ്ട് റൈസിംഗ് ക്യാമ്പയിൻ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ഒക്ടോബർ 17 വെള്ളി വൈകുന്നേരം 7 മണിക്ക് മോർട്ടൺ ഗ്രോവ് സെന്റ് മേരീസ് ക്നാനായ പള്ളി ഹാളിൽ വിപുലമായ ക്യാമ്പയിൻ, ഫണ്ട് റൈസിംഗ് സമ്മേളനം എന്നിവ നടക്കുന്നു. പ്രസ്തുത സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി കോർഡിനേറ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. വടക്കേ അമേരിക്കയിലെ ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന സാഹോദരിക നഗരത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് പ്രമുഖ ചാരിറ്റി സംഘടനയായ കോട്ടയം അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ പ്രവർത്തന മികവ് കൊണ്ടും സംഘടനാ പാടവം കൊണ്ടും മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തുകയുണ്ടായി. തിരിതെളിയിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് മൗനപ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ചാരിറ്റി പ്രവർത്തനങ്ങൾ മുൻനിർത്തി മറ്റ് സംഘടനകൾക്ക് പോലും മാതൃകയായി സമൂഹത്തിൽ സജീവമായിരിക്കുന്ന കോട്ടയം അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ വിവിധ ഇടവകകളിലെ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ വളരെയധികം ശ്ലാഘിച്ച് സംസാരിക്കുകയുണ്ടായി. മിയ ബോബ് അമേരിക്കൻ ദേശീയ ഗാനവും ഇംഗിത ബോബ് ഇന്ത്യൻ ദേശീയ ഗാനവും ആലപിക്കുകയുണ്ടായി. സമൂഹത്തിലുണ്ടാകുന്ന ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സംഘടനകളെ മാത്രമേ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്നും അതിലുപരിയായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സംഘടനകൾ മാത്രമേ സമൂഹത്തിൽ നിലനിൽക്കുകയുള്ളൂ എന്നും സംഘടനയുടെ സമൂഹത്തിലെ പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ അംഗീകരിക്കുന്നതെന്നും അല്ലാത്ത സംഘടനകൾ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുമെന്നും ശക്തമായ നവമാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി സംഘടനാ പ്രവർത്തനങ്ങൾ വളരെയധികം സുതാര്യമായെന്നും കോട്ടയം അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി കിഴക്കേമുറി അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. വ്യത്യസ്തവും നൂതനവുമായ പുതിയ പാതയിലൂടെ സഞ്ചരിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കോട്ടയം അസോസിയേഷന്റെ പ്രവർത്തന പാന്താവിലെ നാഴികക്കല്ലായ ഈ അസുലഭ വേളയിൽ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നടത്തുന്ന ഈ സിൽവർ ജൂബിലി ആഘോഷം വേറിട്ടൊരു അനുഭവമാക്കി മാറ്റുവാൻ തക്കവണ്ണം സാധിച്ചുവെന്ന് സിൽവർ ജൂബിലി കൺവീനർ ജോബി ജോർജ് പറയുകയുണ്ടായി. സിൽവർ ജൂബിലിയുടെ മുഖ്യ അതിഥിയായി എത്തിയ പ്രൊഫസർ സാം പനംകുന്നിൽ സാമൂഹിക പ്രസക്തിയുള്ള ചെറുകഥയിലൂടെ കോട്ടയം പട്ടണവുമായുള്ള തന്റെ കഴിഞ്ഞകാല ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും കൂടാതെ കോട്ടയം എന്ന ദേശത്തിന് കോട്ടയം എന്ന പേര് ലഭിച്ചതിനെക്കുറിച്ച് ചരിത്ര മികവോടുകൂടി അവതരിപ്പിക്കുകയും സംഘടനയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെയധികം ശ്ലാഘിച്ച് സംസാരിക്കുകയും തുടർന്നുള്ള എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ കോട്ടയം അസോസിയേഷൻ നടത്തിയ ആരോഗ്യ, വിദ്യാഭ്യാസ, ഭവന നിർമ്മാണ മേഖലകളിലെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടാതെ അമേരിക്കയിലും കേരളത്തിലുമായി നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതലായി വിപുലീകരിക്കുവാനുമുള്ള ആലോചനയിലുമാണെന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകി വരുന്ന വ്യാപാര സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നുവെന്നും ചാരിറ്റി കോർഡിനേറ്റർ സാജൻ വർഗീസ് അറിയിക്കുകയുണ്ടായി. കോട്ടയം അസോസിയേഷനിലെ മുഖ്യ പങ്കാളികളായ വനിതാ ഫോറത്തിനെ പ്രതിനിധീകരിച്ച വനിതാ ഫോറം പ്രസിഡന്റ് സാറ ഐപ്പും തദവസരത്തിൽ ആശംസകൾ അർപ്പിച്ചു. കോട്ടയം അസോസിയേഷന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് എക്കാലത്തും ഓർമ്മകളിൽ സൂക്ഷിക്കത്തക്കവിധം ഒരുക്കിയിട്ടുള്ള സ്മരണികയുടെ പ്രകാശനം സഞ്ജു സ്കറിയ സവനീർ ചീഫ് എഡിറ്റർ മുതിർന്ന കമ്മിറ്റി അംഗവും മുൻ പ്രസിഡന്റുമായ ജോസഫ് മാണിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് നിർവഹിക്കുകയും ഈ വർഷത്തെ കോട്ടയം അസോസിയേഷന്റെ ചാരിറ്റി എക്സലൻസ് അവാർഡ് നൈനാൻ ചാക്കോയ്ക്ക് നൽകി ആദരിക്കുകയും ചെയ്തു. സംഘടനയുടെ ആരംഭ കാലഘട്ടം മുതൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സാബു ജേക്കബ്, ജോൺ പി വർക്കി എന്നിവരെ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മലയാള ചലച്ചിത്ര സിനിമാ ലോകത്ത് അഭിനയവും ഒപ്പം ചലച്ചിത്ര നിർമ്മാണവും നടത്തിവരുന്ന കമ്മിറ്റി അംഗവുമായ ജീമോൻ ജോർജിനെ പ്രത്യേകം ആദരിച്ചു. തുടർന്ന് സ്പോൺസേഴ്സിനെ ആദരിക്കൽ ചടങ്ങും നടത്തുകയുണ്ടായി. ട്രൈസ്റ്റേറ്റ് കേരള ഫോറം ചെയർമാൻ ബിനു മാത്യു, പമ്പ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോൺ പണിക്കർ, മാപ്പ് സെക്രട്ടറി ലിജോ ജോർജ്, ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല ഫിലിപ്പോസ് ചെറിയാൻ, സെമിയോ പ്രസിഡന്റ് അഭിലാഷ് ജോൺ തുടങ്ങിയവരും ആശംസകൾ അർപ്പിക്കുകയുണ്ടായി. ജനറൽ സെക്രട്ടറി സാബു ജേക്കബ് ഏവർക്കും നന്ദി പറയുകയും ജിമോൻ ജോർജ്, കുര്യൻ രാജൻ എന്നിവർ എംസിമാരായി പ്രവർത്തിക്കുകയും ചെയ്തു. ബെന്നി കൊട്ടാരത്തിൽ, സാബു പാമ്പാടി എന്നിവരുടെ നേതൃത്വത്തിൽ കലാസന്ധ്യയും അരങ്ങേറി. വളരെയധികം വ്യത്യസ്തവും ശ്രുതിമധുരവുമായ ഗാനങ്ങളും നൃത്തങ്ങളിലൂടെയും കാണികളുടെ മുക്തകണ്ഠ പ്രശംസ പിടിച്ചുപറ്റിയ DHO ക്രിയേറ്റീവ്സിന്റെ കലാപരിപാടികൾ ഏറെ ആസ്വാദനജനകമായിരുന്നു. പ്രവാസികളായി ജീവിക്കുന്ന നമ്മുടെ ഇടയിൽ കോട്ടയവും സമീപ പ്രദേശങ്ങളിലുമുള്ള ധാരാളം വ്യക്തികൾ പങ്കെടുക്കുകയും അതിലൂടെ പലരെയും പരിചയപ്പെടുകയും സൗഹൃദങ്ങൾ പുതുക്കുവാൻ സാധിക്കുകയും ചെയ്യുകയുണ്ടായെന്നും സിൽവർ ജൂബിലി ആഘോഷവേളയിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ അഭിപ്രായപ്പെടുകയും ഭാവിയിലും ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുത്ത് നടത്തണമെന്ന് പങ്കെടുത്തവർ ഒന്നടങ്കം ആവശ്യപ്പെടുകയുമുണ്ടായി. ഈ സിൽവർ ജൂബിലി ആഘോഷ മഹാമഹത്തിന് ജോൺ മാത്യു, ജെയിംസ് ആന്ത്രയോസ്,
ജെയ്സൺ വർഗീസ്, മാത്യു ഐബ്, എബ്രഹാം ജോസഫ്, വർഗീസ്, രാജു കുരുവിള, വർക്കി പൈലോ, സെറിൻ ചെറിയാൻ കുരുവിള എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയും വിമൺസ് ഫോറത്തിന്റെ സഹകരണത്തിലുമായി ധാരാളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സിൽവർ ജൂബിലി ബാങ്കറ്റ് നൈറ്റ് ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ സാധിച്ച ചാരിതാർത്ഥ്യത്തോടുകൂടി ആഘോഷരാവിന് തിരശ്ശീല വീഴുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.